പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുകടവ്, ആറ്റപ്പള്ളി പ്രദേശങ്ങളിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. ചേലക്കര PWD റെസ്റ്റ് ഹൌസിന് മുന്നിലെ മരം കടപുഴകി വീണു. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. മലപ്പുറത്ത് നിപ്പ ബാധിച്ച് ചികിത്സയിലായിരുന്ന 14-കാരൻ മരിച്ചു. സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിക്കുന്നത് 5-ാം തവണ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ കുന്നംകുളം വരെയുള്ള ഭാഗത്തെ റോഡിലെ കുഴികൾ അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. റോഡിലെ വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് അപകടങ്ങൾക്ക് ഇടയാക്കും. വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് തീയിട്ട സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഫോറൻസിക് സംഘം പരിശോധന നടത്തി. തൃശൂർ പുഴയ്ക്കൽ ആമ്പക്കാട് ജംഗ്ഷനിലെ ഡിവൈഡറിൽ റിഫ്ലക്ടറുകൾ ഇല്ലാത്തത് അപകടങ്ങൾക്കിടയാക്കുന്നു. റിഫ്ലക്ടർ സ്ഥാപിക്കാത്തത് മൂലം മുന്നറിയിപ്പിനായി വെച്ചിരിക്കുന്നത് ടാർ വീപ്പ. മാന്നാമംഗലം മരോട്ടിച്ചാൽ റോഡിലെ കുഴിയിൽ ചാടി സ്വകാര്യ ബസിന്റെ ചില്ല് തകർന്നു. ഡ്രൈവർക്ക് ചില്ല് വീണ് കൈക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുകടവ്, ആറ്റപ്പള്ളി പ്രദേശങ്ങളിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. 4 വീടുകളിലും കാറിന് മുകളിലും മരങ്ങൾ കടപുഴകി വീണു. മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. നിരവധി ജാതി മരങ്ങളും വാഴകളും മറ്റ് കാർഷിക വിളകളും നശിച്ചു. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. കുണ്ടൂക്കടവ് കോറ്റുകുളം സുരേഷിന്റെ കാറിന് മുകളിലേക്കാണ് മരം ഒടിഞ്ഞു വീണത്. കാറിന് കേടുപാടുകൾ സംഭവിച്ചു. പ്ലാവുകളും മരങ്ങളും വീണ് 2 വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. എസ്എൻപുരം ഒല്ലൂക്കാരൻ പോൾ, കൊരട്ടിക്കാരൻ അമ്മിണി, ചുള്ളിപ്പറമ്പിൽ മനോജ്, നന്ദിപ്പുലം മൂക്കുപറമ്പിൽ അശോകൻ എന്നിവരുടെ വീടിന് മുകളിലാണ് മരം വീണത്. വടാത്തല വിജയന്റെ വീടിന്റെ മുകളിലേക്ക് കവുങ്ങുകൾ വീണ് ഓടുതെറിച്ച് വിജയന്റെ ഭാര്യ രുക്മിണിക്ക് കാലിന് പരിക്കേറ്റു. ചെങ്ങാലൂരിൽ റോഡിൽ സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമർ ചെരിഞ്ഞു. മേഖലയിലാകെ വൈദ്യുതി ബന്ധം തകരാറിലായി. കെ രാമചന്ദ്രൻ MLA, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ചേലക്കര PWD റെസ്റ്റ് ഹൌസിന് മുന്നിലെ മരം കടപുഴകി വീണു. ഇന്ന് രാവിലെയാണ് സംഭവം. ഇതേ തുടർന്ന് റെസ്റ്റ് ഹൌസിലേക്കും ചേലക്കര വെറ്റിനറി ആശുപത്രിയിലേക്കുമുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരം മുറിച്ച് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ശക്തമായ കാറ്റും മഴയും പ്രവചിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പൊതുവെ മഴയുടെ കാഠിന്യം കുറവായിരുന്നു. ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 9 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. നിലവിൽ 12 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ 96 കുടുംബങ്ങളിൽ നിന്നായി 281 പേരാണ് കഴിയുന്നത്. പെരിങ്ങൽകുത്ത്, പൂമല, അസുരൻകുണ്ട് ഡാമുകൾ നിലവിൽ തുറന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. മലപ്പുറത്ത് നിപ്പ ബാധിച്ച് ചികിത്സയിലായിരുന്ന പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരൻ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ 15 മുതലാണ് കുട്ടിക്ക് രോഗലക്ഷണം കണ്ടത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് നിപ്പ സ്ഥിരീകരിച്ചത്. തുടർന്ന് അടിയന്തരമായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. സംസ്ഥാനത്ത് 5-ാം തവണയാണ് നിപ്പ സ്ഥിരീകരിക്കുന്നത്. ഇതുവരെ 22 പേരാണ് നിപ്പ ബാധിച്ച് മരിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് മാർഗരേഖ പുറത്തിറക്കി ആരോഗ്യവകുപ്പ്. പ്രതിരോധ, രോഗനിർണയം എന്നിവ സംബന്ധിച്ച മാർഗരേഖയാണ് പുറത്തിറക്കിയത്. ഇന്ത്യയിൽ ആദ്യമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് മാർഗരേഖ പുറത്തിറക്കുന്നത്. ചെവിയിൽ പഴുപ്പുള്ള കുട്ടികൾ കുളത്തിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഇറങ്ങരുത്. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യണം. മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ നെയ്സൽ ക്ലിപ്പ് ഉപയോഗിക്കണം. കടുത്ത തലവേദന, പനി, ഓക്കാനം, ഛർദി എന്നിവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടുന്ന രോഗികളുടെ എണ്ണത്തിൽ വർധന. പ്രതിദിന രോഗികളുടെ എണ്ണം 1000-ന് മുകളിലെത്തി. വൈറൽ പനിക്കൊപ്പം ഡെങ്കിയും എലിപ്പനിയും H1N1 ബാധിച്ച് ആളുകൾ ചികിത്സ തേടുന്നുണ്ട്. ഇന്നലെ മാത്രം 15 പേർക്ക് ഡെങ്കിപ്പനിയും 3 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. ഡെങ്കി കേസുകൾ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. മഞ്ഞപ്പിത്തവും ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എലിപ്പനി ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണവും ഇത്തവണ കൂടുതലാണ്. അതേസമയം സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരണം വന്നതോടെ ജാഗ്രത വേണമെന്നും സ്വയം ചികിത്സ അരുതെന്നും ലക്ഷണങ്ങൾ കണ്ടാൽ ആശുപത്രികളിൽ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ കുന്നംകുളം വരെയുള്ള ഭാഗത്തെ കുഴികൾ അപകടങ്ങൾക്ക് വഴിവെക്കുന്നു.
റോഡിലെ കുഴികളിൽ വാഹനങ്ങൾ ചാടി അപകടമുണ്ടാകുന്നത് നിത്യസംഭവമായി. വലിയ കുഴി കാണുമ്പോൾ വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നതോടെ പിന്നിലെ വാഹനം ഇടിക്കുന്നതും പതിവാണ്. കഴിഞ്ഞ ദിവസം കുഴിയിൽ ചാടി നിയന്ത്രണം വിട്ട ബൈക്ക് കാറിലിടിച്ച് കൊങ്ങണ്ണൂർ സ്വദേശിയായ ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റിരുന്നു. കൂടാതെ സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് യുവാവ് മരിക്കുകയും ശനിയാഴ്ച ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടാവുകയും ചെയ്തിരുന്നു. പാറേമ്പാടം മുതൽ അക്കിക്കാവ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായി 4 കലുങ്കുകൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ റോഡ് നിരപ്പിലും 2 അടിയോളം ഉയർത്തി നിർമ്മിച്ച കലുങ്ക് വാഹനയാത്രക്കാർക്ക് തിരിച്ചടിയായി. റോഡരികിലെ കാന നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതും പൂർത്തിയാക്കാനായിട്ടില്ല. റോഡിലെ വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് ഇരുചക്ര വാഹന യാത്രക്കാരെ അപകടത്തിൽപ്പെടുത്തുന്നുണ്ട്. ആഴമറിയാതെ കുഴിയിൽ ചാടുന്ന ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുന്നതും പതിവാണ്. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് പല സമരങ്ങളും നടന്നെങ്കിലും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. TCV കുന്നംകുളം. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ കുഴിയടയ്ക്കാനുള്ള കരാറുകാരന്റെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. പുല്ലൂറ്റ് പ്രദേശത്ത് ക്വാറി വേസ്റ്റ് കൊണ്ട് കുഴിയടയ്ക്കാനുള്ള കരാറുകാരന്റെ ശ്രമമാണ് നാട്ടുകാർ തടഞ്ഞത്. ആഴ്ചയിലൊരിക്കൽ എന്ന പോലെ റോഡിലെ കുഴികളിൽ മണ്ണിട്ട് നാട്ടുകാരെ കബളിപ്പിക്കുന്നതിലുള്ള പ്രതിഷേധ സൂചകമായാണ് നാട്ടുകാർ കുഴിയടക്കൽ തടഞ്ഞത്. നമ്മുടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂര് കുണ്ടും കുഴി നിറഞ്ഞ റോഡ് മെയിൻ്റനൻസ് എടുക്കുന്ന സീനമാണ്. ക്വാറി വേസ്റ്റ് പോലത്തെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഒരു വെയിറ്റ് പോലും ഇല്ലാത്ത ഇടിയൻ വെച്ചിട്ടാണ് ഈ സംസ്ഥാന പാതയുടെ മെയിൻ്റനൻസ് എടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ചെയ്താണ്, അത് പോയി. അന്ന് രാത്രി തന്നെ പോകും. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഇത് നിർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എന്ത് കേസ് വന്നാലും നമുക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ഇതുപോലത്തെ മെയിൻ്റനൻസ് എന്താ പറയുക, കണ്ണിൽ പൊടിയിടുന്ന കുറച്ച് വേസ്റ്റ് മണ്ണ് കൊണ്ടുവന്നിട്ട് കുഴിയിലിട്ടിട്ട് ആളുകളെ വിഡ്ഢികളാക്കുന്ന ആരും വിചാരിക്കേണ്ട തടഞ്ഞിരിക്കും. അക്കിക്കാവ് സെന്ററിൽ ലോഡുമായി പോയിരുന്ന ലോറിയിൽ നിന്നും മെറ്റൽ വീണത് അപകടത്തിന് വഴിവെച്ചു. ലോറിക്കാരുടെ അനാസ്ഥ മൂലം മെറ്റലിൽ നിറങ്ങി വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റ്. മെറ്റൽ റോഡിൽ വീണിട്ടും ലോറി നിർത്താതെ പോയി. അപകടമുണ്ടായതോടെ അക്കിക്കാവ് സെന്ററിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് റോഡിൽ വീണ മെറ്റൽ നീക്കം ചെയ്തത്. വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് തീയിട്ട സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തി. ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിലെ പരിസരത്തെ CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതിയെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇന്നലെ രാത്രി 7 മണിക്കാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയ അജ്ഞാതൻ തീപന്തമെറിഞ്ഞ് തീയിട്ടത്. തീപിടുത്തത്തിൽ ഓഫീസിലെ സീനിയർ ക്ലർക്ക് അനൂപിന്റെ കാലിന് പൊള്ളലേറ്റിരുന്നു. ആശുപത്രി ഫാർമസിയിൽ മേശയുടെ മുകളിൽ വച്ചിരുന്ന മരുന്നുകൾക്കും ഓഫീസ് മുറിയിലെ ഫയലുകൾക്കും തീപിടിച്ചിരുന്നു. കഴിഞ്ഞ 18-ന് വൈകിട്ട് 5-ന് അനൂപുമായി ഒരാൾ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. മരുന്നിന് അലർജി ഉണ്ടായിരുന്നുവെന്നും പരാതി കൊടുക്കുമെന്നും പറഞ്ഞ് ബഹളം വയ്ക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് മറ്റ് ജീവനക്കാർ ചേർന്നാണ് ആളെ പറഞ്ഞുവിട്ടത്. ഇതിന്റെ പ്രതികാരമായാണ് അക്രമമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. തൃശൂർ പുഴയ്ക്കൽ റോഡിലെ ആമ്പക്കാട് ജംഗ്ഷനിലെ ഡിവൈഡറിൽ റിഫ്ലക്ടറുകളോ സൂചനാ ബോർഡുകളോ സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്കിടയാക്കുന്നു. പരിചയമില്ലാത്ത ദീർഘദൂര യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ ഡിവൈഡറിന് സമീപം വാഹനങ്ങൾ എത്തുമ്പോഴാണ് ഡിവൈഡർ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. റോഡിൽ തെരുവ് വിളക്കുകളില്ലാത്തതും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. ഡിവൈഡറിൽ ഇടിച്ചാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത്. റിഫ്ലക്ടർ സ്ഥാപിക്കാത്തത് മൂലം മുന്നറിയിപ്പ് നൽകാനായി ടാർ വീപ്പയാണ് ഡിവൈഡറിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ടാർ വീപ്പയിൽ സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടെങ്കിലും രാത്രിയിൽ ഇതും കാണാത്ത സ്ഥിതിയാണ്. മരോട്ടിച്ചാൽ വഴിനടച്ചിറ പാലത്തിന് സമീപം കുഴിയിൽ ചാടി സ്വകാര്യ ബസിന്റെ ചില്ല് തകർന്നു. ചില്ല് വീണ് ഡ്രൈവറുടെ കൈക്ക് പരിക്കേറ്റു. മാന്നാമംഗലം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് ജോർജ് ബസിന്റെ മുൻവശത്തെ ചില്ലാണ് തകർന്നു വീണത്. മരോട്ടിച്ചാലിൽ നിന്നും തൃശൂരിലേക്ക് പോകും വഴിയാണ് സംഭവം. ചില്ല് പൊട്ടി വീണ് ഡ്രൈവർ ഓലപ്പുരയിൽ സിജിയുടെ കൈക്ക് പരിക്കേറ്റു. ഞായറാഴ്ച ആയതിനാൽ ബസ്സിൽ യാത്രക്കാർ കുറവായിരുന്നു. മാസങ്ങളായി കുണ്ടും കുഴിയും നിറഞ്ഞുകിടക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ TCV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനനെ രക്ഷിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മണ്ണിടിച്ചിലുണ്ടായി 6 ദിവസം കഴിഞ്ഞിട്ടും തങ്ങളുടെ സഹപ്രവർത്തകനായ അർജുനനെ രക്ഷിക്കാനാവാത്തത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വലിയ കൃത്യവിലോപമാണെന്ന് ലോറി ഉടമകൾ ആരോപിച്ചു. അർജുനന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ പോലും പ്രധാനമന്ത്രിയോ കേരള
കർണാടക മുഖ്യമന്ത്രിമാരോ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണ്. ലോറി ഡ്രൈവർമാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നതെന്നും തങ്ങൾക്ക് വോട്ട് ബാങ്ക് ഇല്ലാത്തതാണ് അധികാരികളുടെ ഇത്തരം നിഷ്ക്രിയത്വത്തിന് കാരണമെന്നും ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ജോൺ ആരോപിച്ചു. കഴിഞ്ഞ 6 ദിവസമായി ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ അർജുൻ മണ്ണിനടിയിൽ പോയിട്ട് അദ്ദേഹത്തിനെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം നടത്താത്തതിനുള്ള പ്രതിഷേധ പരിപാടിയാണ് ഞങ്ങളിവിടെ നടത്തിയിട്ടുള്ളത്. ഈ പ്രതിഷേധ പരിപാടി ഈ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കുന്നതിനോ അവിടുത്തെ ഭരണം മാറ്റുന്നതിനല്ല, മറിച്ച് ഈ ലോറി ഡ്രൈവർമാർ അനുഭവിക്കുന്ന ദുരിതം ജനസമക്ഷം തുറന്നു കാണിക്കുന്നതിന്. കഴിഞ്ഞ 6 ദിവസമായി അർജുൻ നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ലോറിയോ അതുപോലെ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനോ കാണുന്നതിൽ പരാജയപ്പെട്ട നമ്മുടെ അധികാരികളുടെ തെറ്റായ പ്രവർത്തനം തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ തരത്തിലുള്ള പ്രതിഷേധ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അസോസിയേഷൻ സെക്രട്ടറി TR ശരവണൻ, CJ വർഗീസ്, രക്ഷാധികാരികളായ AV സതീശൻ, PS സനൽ, സുനിൽ കുമാർ, ഷൈൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന മദ്യമയക്കുമരുന്ന് സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ സ്കൂൾ കോളേജ് തലത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുമെന്നും അതിനായി പോലീസ് സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും റൂറൽ SP ഡോക്ടർ നവനീത് ശർമ്മ അറിയിച്ചു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി അധ്യക്ഷനായിരുന്നു. ഉന്നത മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വൈസ് പ്രസിഡന്റ് പ്രദീപ് വലിയങ്ങോട്ട്, AS ഉണ്ണികൃഷ്ണൻ, ഷാജി കള്ളിയത്ത്, അബ്ദുൾ മജീദ് മുത്തുള്ളിയാൽ, KK രാമൻ, PJ എഡിസൺ എന്നിവർ സംസാരിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ എന്റെ രചന ലോകങ്ങൾ എന്ന പേരിൽ ചർച്ച സംഘടിപ്പിച്ചു. ചേരൂർ സാഹിതിയിൽ നടന്ന ചർച്ചയിൽ എഴുത്തുകാരായ നഫീസത്ത് BV, ഡോക്ടർ ആനന്ദൻ, ഡോക്ടർ ലതിക, രാജ്കുമാരി വിനോദ് എന്നിവർ രചനാ അനുഭവങ്ങൾ പങ്കുവച്ചു. കനത്ത മഴയെ തുടർന്ന് തോട്ടിലൂടെ ഒഴുകിവന്ന ആഫ്രിക്കൻ പായൽ കർഷകർക്ക് തലവേദനയായി. മറ്റത്തൂർ കുഴിക്കാണി പാടശേഖരത്താണ് വൻതോതിൽ ആഫ്രിക്കൻ പായൽ അടിഞ്ഞുകൂടിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ പലയിടങ്ങളിലായി അടിഞ്ഞുകൂടി കിടന്ന പായലുകൾ കുഴിക്കാണി തോട്ടിലൂടെ പാടത്തേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. മുസ്രീസ് പട്ടണം ചുറ്റിക്കാണാൻ പാസ്പോർട്ട് റെഡി, പക്ഷേ യാത്ര പോകാൻ ബോട്ടില്ല. പദ്ധതിയുടെ ഭാഗമായുള്ള ബോട്ട് സർവീസ് നാമമാത്രമായി. മുസ്ലിസ് പദ്ധതിയുടെ ഭാഗമായി പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിക്കാൻ ഏർപ്പെടുത്തിയ ബോട്ട് സർവീസ് നാമമാത്രമായി മാറുകയാണ്. തുടക്കത്തിൽ 16 ബോട്ടുകളുമായി ആരംഭിച്ച ജലയാത്ര ഇപ്പോൾ 2 ബോട്ടുകളിൽ ഒതുങ്ങിയ സ്ഥിതിയാണ്. കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ നിന്നും ആരംഭിച്ച് പൈതൃക പദ്ധതി പ്രദേശങ്ങൾ ചുറ്റിക്കറങ്ങി തിരിച്ചെത്തുന്നതും അഴീക്കോട് അഴിമുഖം വരെയുള്ള ബോട്ട് സവാരിയുമാണ് നടന്നു വന്നിരുന്നത്. 100 കണക്കിന് ആളുകളാണ് പ്രതിദിനം ബോട്ട് യാത്രയ്ക്കായി എത്താറുള്ളത്. ഇപ്പോഴും ജലയാത്ര പ്രതീക്ഷിച്ച് ആഭ്യന്തര വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ടെങ്കിലും പലപ്പോഴും യാത്ര നടക്കാതെ മടങ്ങുകയാണ് പതിവ്. മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും ആകർഷണീയമായ ഒരു ഘടകമാണ് നമ്മുടെ ബോട്ട് യാത്ര. വളരെയേറെ കുട്ടികൾ ഓടിച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ചൊരു പദ്ധതിയാണ്. ഓരോരോ ബോട്ടുകൾ കട്ടപ്പുറത്ത് കയറി ഇന്ന് 14 ബോട്ടും കട്ടപ്പുറത്താണ്. ഇവിടെ കിടക്കുന്ന ഈ 2 ബോട്ടുകൾ മാത്രമേ ഉള്ളൂ. ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരുന്നവർ വിളിച്ചു ചോദിക്കുമ്പോൾ ഇവിടെ ബോട്ടില്ല. പൈതൃക പ്രദേശങ്ങൾ സന്ദർശിക്കാനുള്ള ദൂരം കുറഞ്ഞ യാത്ര എന്നതും ജലവാഹനങ്ങളുടെ ആകർഷണീയതയാണ്. എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെയുള്ള പദ്ധതി പ്രദേശങ്ങൾ കാണാൻ കരമാർഗം യാത്ര ചെയ്യുക എന്നത് സമയനഷ്ടം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ജലയാത്രയാണ് വിനോദസഞ്ചാരികൾ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ബോട്ടുകളുടെ എണ്ണം കുറഞ്ഞതോടെ പൈതൃക പദ്ധതിയുടെ അഴകിന് മങ്ങലേൽക്കുകയാണ്. മുസ്ലിസ് പൈതൃക പദ്ധതി പ്രദേശങ്ങൾ ചുറ്റിക്കാണാൻ മുസ്ലിസ് പാസ്പോർട്ട് എന്ന പേരിൽ പുതിയ സംവിധാനം ഈയിടെയാണ് ഏർപ്പെടുത്തിയത്. പാസ്പോർട്ട് കയ്യിലുണ്ടായിട്ട് എന്ത് കാര്യം? യാത്ര പോകാൻ ബോട്ട് വേണ്ടേ? TCV കൊടുങ്ങല്ലൂർ. തൃക്കൂർ കല്ലൂർ കോട്ടായിയിൽ മധ്യവയസ്കനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലൂർ ഏറാട്ടുപറമ്പിൽ ലോനപ്പൻ മകൻ 55 വയസ്സുള്ള കൊച്ചുപോൾ ആണ് മരിച്ചത്. കുളത്തിനോട് ചേർന്നുള്ള മോട്ടോർ പമ്പ് ഹൌസിലാണ് ഇയാൾ താമസിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സാണ് മൃതദേഹം പുറത്തെടുത്തത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സീനിയർ ആൻഡ് അണ്ടർ 19 ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വിവിധ വിഭാഗങ്ങളിലായി 300ഓളം പുരുഷ വനിതാ താരങ്ങൾ പങ്കെടുക്കും. 23-ന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും.
തൃശൂർ തെക്കേമഠം ശ്രീഭദ്ര മണ്ഡപത്തിൽ ഗുരുപൂർണിമ ആചരിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഗുരുപൂർണിമ ഉദ്ഘാടനം ചെയ്തു. വടക്കുംപാട്ട് നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എൻ കെ സുന്ദരേശൻ, കോർപ്പറേഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, യോഗക്ഷേമ സഭ ജില്ലാ പ്രസിഡന്റ് ഹരിനാരായണൻ, പഴങ്ങാമ്പറമ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ഇലക്ട്രിക്കൽ ട്രേഡ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ എക്സ്പോ സംഘടിപ്പിച്ചു. മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പുരപ്ര സോളാറിനെക്കുറിച്ചുള്ള സംശയങ്ങളും ഗുണങ്ങളും അറിയുന്നതിനായി പ്രത്യേക സ്റ്റാളുകളും എക്സിബിഷനിൽ ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ നഴ്സസ് ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. കോളേജിലെ BSc, MSc നഴ്സിംഗ് ബാച്ചുകളുടെ ബിരുദദാന ചടങ്ങ് സെന്റ് ജെയിംസ് ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. CMI ദേവമാത പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് നന്ദിക്കര അധ്യക്ഷത വഹിച്ചു. അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ, അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ആന്റണി മണ്ണുമൽ, പ്രിൻസിപ്പൽ ഡോക്ടർ രാജി രഘുനാഥ്, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിത ലിസ്ബത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട PMAY ലൈഫ് ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം നഷ്ടപ്പെട്ടില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്. നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ പ്രകാരം ഫ്ലോറികൾച്ചർ എന്ന് രേഖപ്പെടുത്തിയ പ്രദേശമാണെന്ന കാരണത്താൽ ഭവന നിർമ്മാണ അനുമതി ലഭിക്കാത്തതിന്റെ പേരിൽ കൌൺസിലർക്ക് ആനുകൂല്യം നഷ്ടപ്പെടുമെന്ന പ്രതിപക്ഷ ആരോപണം തികച്ചും അവാസ്തവമാണെന്ന് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. നഗരസഭയുടെ നിലവിലെ മാസ്റ്റർ പ്ലാനിൽ ഫ്ലോറികൾച്ചർ എന്ന് കണ്ടെത്തിയ പ്രദേശം നീക്കം ചെയ്ത് മാസ്റ്റർ പ്ലാൻ ഭേദഗതി ചെയ്യുന്നതിന് പ്രതിപക്ഷ കൌൺസിലർ KV സത്താർ ഉൾപ്പെടുന്ന സ്പെഷ്യൽ കമ്മിറ്റി രൂപീകരിക്കുകയും കമ്മിറ്റിയുടെ തീരുമാനം അംഗീകാരത്തിനായി ചീഫ് ടൗൺ പ്ലാനർ മുഖേന സർക്കാരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഭേദഗതി അംഗീകരിച്ചു കിട്ടുന്ന മുറയ്ക്ക് കൌൺസിലർ ഉൾപ്പെടെയുള്ളവർക്ക് ഭവന നിർമ്മാണ അനുമതി നൽകുകയും ആനുകൂല്യം ലഭ്യമാക്കുകയും ചെയ്യുമെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി. മാസ്റ്റർ പ്ലാൻ ഏറ്റവും കുറ്റമറ്റതാക്കുക എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചാവക്കാട് നഗരസഭയിൽ സ്പെഷ്യൽ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഈ സ്പെഷ്യൽ കമ്മിറ്റിയിലെ 2 കൗൺസിലേഴ്സും അതുപോലെ തന്നെ ചെയർപേഴ്സണും ടൗൺ പ്ലാനറും എല്ലാം അടങ്ങുന്ന ആ കമ്മിറ്റി കൃത്യമായും ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് ഫ്ലോറികൾച്ചർ എന്ന രേഖപ്പെടുത്തിയ പ്രദേശം അതിൽ നിന്നും ഒഴിവാക്കുന്നതിന് തീരുമാനമെടുക്കുകയും അത് അംഗീകാരത്തിനായി ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചീഫ് ടൗൺ പ്ലാനർ മുഖേന ഇത് നമ്മൾ കമ്മിറ്റിയുടെ തീരുമാനം എടുത്ത് കൗൺസിലിൻ്റെ കൂടി അംഗീകാരത്തോടു കൂടി ബഹുമാനപ്പെട്ട സർക്കാരിലേക്ക് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ലഭ്യമാകുന്ന മുറയ്ക്ക് വളരെ അടിയന്തിരമായി തന്നെ അവർക്ക് ഭവന നിർമ്മാണത്തിനുള്ള അനുമതി നൽകുകയും PMAY ലൈഫ് ധനസഹായം നൽകുകയും ചെയ്യും. തിരുവല്ലുവാമലയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗ പ്രദർശനം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. തിരുവല്ലുവാമല കൃഷിഭവനും IFFCOയും സംയുക്തമായാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗ പ്രദർശനവും പരിശീലന ക്ലാസും സംഘടിപ്പിച്ചത്. തിരുവല്ലുവാമല അപ്പേക്കാട് പാടശേഖരത്തിലെ 10 ഏക്കർ കൃഷിസ്ഥലത്താണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തിയത്. തിരുവല്ലുവാമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശ്രീജയൻ, തിരുവല്ലുവാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റിശ്ശേരി ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നവഘാഭിഷേകവും നടന്നു. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് കപ്ലിങ്ങാട്ട് ചിത്ര ഭാനു നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ ഗണപതി ഹോമത്തിനും ഗജപൂജയ്ക്കും ശേഷം കിഴക്കിനിയേടത്ത് മന ദേവി ശ്രീ പാർവതിക്ക് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര വനമേഖലയിലുള്ള ശാസ്താപൂവം ആദിവാസി ഉന്നതിയിൽ പുലിശല്യം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഇവിടെ 2 പോത്തുകുട്ടികളെ പുലി കൊന്നുതിന്നു. ഏതാനും വളർത്തു നായ്ക്കളും പുലിക്കിരയായിട്ടുണ്ട്. ശാസ്താംപൂവം ആദിവാസി വീടുകൾക്കരികിലാണ് പുലിയുടെ ആക്രമണത്തിൽ ചത്ത പോത്തുകുട്ടികളുടെ ജഡങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ഇവിടെയുള്ള അംഗനവാടിക്ക് ഏതാനും മീറ്റർ അകലെയുള്ള വീടിന് സമീപത്തേക്ക് ദിവസങ്ങൾക്ക് മുൻപ് പുലി നായയെ പിന്തുടർന്ന് എത്തിയത് ആദിവാസി കുടുംബങ്ങളെ ഭീതിയിലാക്കിയിരുന്നു. ശാസ്താംപൂവം വനത്തിനുള്ളിൽ വളർത്തുനായ്ക്കളുടെ നിരവധി അസ്ഥികൂടങ്ങൾ കണ്ടതായും പറയുന്നു.
നർത്തകിയാകണമെന്ന ബാല്യകാല മോഹം ഏറെ വൈകിയാണെങ്കിലും സഫലമാക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് ചെമ്മണ്ണൂർ സ്വദേശിനി സിന്ധു. 1/4 നൂറ്റാണ്ടിലേറെയായി ഹൃദ്രോഗത്തിന് ചികിത്സ നടത്തുന്ന ഇവരുടെ അരങ്ങേറ്റം വൈദ്യശാസ്ത്രത്തിന് തന്നെ അത്ഭുതമായി. തവണ ഹൃദയവാൽവ് മാറ്റിവെച്ചതടക്കം 4 ഹൃദയ ശസ്ത്രക്രിയകളാണ് സിന്ധുവിന് നടത്തിയിട്ടുള്ളത്. ഇവരുടെ സഹോദരപുത്രി പവിത്ര നൃത്തം പരിശീലിക്കാൻ തുടങ്ങിയപ്പോഴാണ് സിന്ധുവിന്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആഗ്രഹം വീണ്ടും മുളപൊട്ടിയത്. ചീരംകുളം ഗൗരീശങ്കരം നൃത്ത പഠന സ്ഥാപനത്തിലെ അധ്യാപിക RLV സരിത സുരേഷിനോട് വിവരം പറഞ്ഞപ്പോൾ അവർ സമ്മതം മൂളി. ബാല്യകാലത്ത് നടക്കാതെ പോയ ആഗ്രഹം നിറവേറ്റാൻ മറ്റ് 5 പേരും ഇവരോടൊപ്പം കൂടി. ചിട്ടയായ 1.5 വർഷത്തെ പരിശീലനത്തിലൊടുവിലാണ് അരങ്ങിലെത്തിയത്. പ്രായത്തിന്റെ അവശതകൾ മറന്ന് കണ്ണന് മുന്നിൽ അരങ്ങേറ്റം കുറിച്ചു. 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള 6 പേരാണ് ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. ഇവർക്ക് പ്രചോദനമായി പവിത്രയും കൂടെയുണ്ടായിരുന്നു. ഇവരുടെ ആഗ്രഹം സഫലീകരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അധ്യാപിക സരിത സുരേഷ് പറഞ്ഞു. അവരുടെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹം എന്നിലൂടെ അത് അവരിൽ സഫലമാക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ തിരക്കുകളുടെ ഇടയിലും അവർ ഇതിനു വേണ്ടി സമയം കണ്ട് ഇതിന് പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാണ് സിന്ധു പരിശീലനം പൂർത്തിയാക്കിയത്. 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന നൃത്തം അനായാസേനയാണ് ഇവർ പൂർത്തിയാക്കിയത്. TCV ന്യൂസ്, ഗുരുവായൂർ. വടക്കാഞ്ചേരി നഗരസഭയുടെ അഴിമതി നിറഞ്ഞ ദുർഭരണത്തിനെതിരെ കോൺഗ്രസ് മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് നയിക്കുന്ന കാൽനട പ്രചരണ ജാഥ DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ചാക്കുട്ടി പീടിക, പാർലിക്കാട്, പാറ പരിസരം, തിരുത്തിപ്പറമ്പ് സെന്റർ എന്നീ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ജാഥ കുറാഞ്ചേരി ബൈപ്പാസിൽ സമാപിച്ചു. സമാപന സമ്മേളനം DCC സെക്രട്ടറി ഷാഹിദ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ, KT ജോയ്, M പരമേശ്വരൻ, ബാബു കണ്ണനായ്ക്കൽ, AP ദേവസി തുടങ്ങിയവർ പങ്കെടുത്തു. എയ്യാൽ സ്വദേശിനി സൂര്യ രാമകൃഷ്ണന് ഡോക്ടറേറ്റ് ലഭിച്ചു. ചെന്നൈയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും കെമിക്കൽ എഞ്ചിനീയറിംഗിലാണ് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത്. പ്രശസ്ത എഴുത്തുകാരനും നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ TD രാമകൃഷ്ണന്റെയും ആനന്ദവല്ലിയുടെയും മകളാണ്. പ്രേം നസീർ സോഷ്യോ കൾച്ചറൽ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സണ്ണി തെക്കത്തിന്റെ കവിതാ സമാഹാരമായ 101 കനവുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും റിലീവിംഗ് ഹങ്കർ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ കവി ഡോക്ടർ C രാവുണ്ണി പുസ്തക പ്രകാശനം നിർവഹിച്ചു. കൌൺസിലർ മേഴ്സി അജി പുസ്തകം ഏറ്റുവാങ്ങി. ഓർഗനൈസേഷൻ പ്രസിഡന്റ് റോളി ബാബു അധ്യക്ഷത വഹിച്ചു. റിലീവിംഗ് ഹങ്കർ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ലയൺസ് ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ നിർവഹിച്ചു. ഓർഗനൈസേഷൻ സെക്രട്ടറി പ്രേം സാഗർ രാജസുന്ദർ, സിനി ആർട്ടിസ്റ്റ് നന്ദകിഷോർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ നായർ, സുനിൽ മടവാക്കര തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ആയുർവേദ റിസർച്ച് സെന്ററിനെ ആയുർവേദ ടൂറിസവുമായി ബന്ധപ്പെടുത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും കിടത്തി ചികിത്സയ്ക്കുള്ള സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗമായി പുതിയ കെട്ടിടം നിർമ്മിക്കുവാനും വികസന സമിതി യോഗം തീരുമാനിച്ചു. നിലവിൽ ധന്വന്തരി ക്ഷേത്രം കേരള ടൂറിസം മാപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തർ എത്തുന്നുണ്ട്. ആയുർവേദ ചികിത്സയുമായി അഭേദ്യ ബന്ധം ക്ഷേത്രത്തിനുള്ളതിനാൽ ആയുർവേദ രംഗത്തെ പ്രമുഖരടക്കം ഒട്ടേറെ പേർ ദിവസവും എത്തുന്നുണ്ട്. താമസിച്ച് ദർശനം നടത്തുന്നതിനുമുള്ള പോരായ്മ ഉടൻ പരിഹരിക്കുമെന്നും വികസന സമിതി ഭാരവാഹികൾ അറിയിച്ചു. വികസന സമിതി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ അധ്യക്ഷനായി. ചെയർമാനായി BC അബാൽ മണി, സെക്രട്ടറിയായി TK ശിവൻ, ട്രഷററായി NB ബിജു എന്നിവരെ തിരഞ്ഞെടുത്തു. കുട്ടിക്കൊരു വീട് പദ്ധതി പ്രകാരം എളവള്ളി പഞ്ചായത്തിലെ കാക്കശ്ശേരിയിൽ വീട് കൈമാറി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചാവക്കാട് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഭവനമില്ലാത്ത വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കിയത്. വരുമാനത്തിൽ നിന്നും നിശ്ചിത തുക മാറ്റിവെച്ചാണ് സമ്പൂർണ്ണ ഭവന കേരളം എന്ന ലൈഫ് പദ്ധതിക്ക് അധ്യാപകർ പിന്തുണയേകുന്നത്. പദ്ധതിയുടെ താക്കോൽ കൈമാറ്റം K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. മുരളി പെരുന്നല്ലി MLA അധ്യക്ഷനായി. TV ഹരിദാസൻ, ലതി വേണുഗോപാൽ, ജിയോ ഫോക്സ്, CA നസീർ, K പ്രമോദ്, PG സുബിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അലിഫ് അറബിക് ടാലന്റ് പരീക്ഷയുടെ ജില്ലാതല മത്സരവും ഭാഷാ സമര അനുസ്മരണവും കയ്പമംഗലത്ത് നടന്നു. കൊപ്രക്കളം ബൂസ്താനുൽ ഉലും അറബിക് കോളേജ് ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. KATF ജില്ലാ പ്രസിഡന്റ് PH മുസ്തഫ അധ്യക്ഷത വഹിച്ചു. KATF സംസ്ഥാന സെക്രട്ടറി നൌഷാദ് കോപ്പിലാൻ കയ്പമംഗലം, പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, പഞ്ചായത്ത് അംഗം റസീന, ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു.
മതിലകം പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് വിദ്യാധരം വിദ്യാഭ്യാസ അവാർഡുകൾ സമ്മാനിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇ.ടി. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. പാപ്പിനിവട്ടം ബാങ്ക് പ്രസിഡന്റ് CK ഗോപിനാഥൻ, മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KS ജയ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിമ്പ്രനെല്ലൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി ഗുരുവായൂർ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി ജയചന്ദ്രൻ സഹകാർമ്മികനായിരുന്നു. തുടർന്ന് നടന്ന ആനയൂട്ടിൽ 2 ഗജവീരന്മാർ അണിനിരന്നു. അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കുചേർന്നു. ക്ഷേത്രസമിതി ഭാരവാഹികളായ പ്രേമൻ നമ്പിയത്ത്, പ്രമോദ് മാണിക്കത്ത്, അശോകൻ പതിയത്ത് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എളവള്ളി ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷക മൈത്രി എന്ന പേരിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടി നടന്നു. ക്ഷീരവികസന വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച കർഷക മൈത്രി എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ക്ഷീര വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് CD ആന്റോ അധ്യക്ഷത വഹിച്ചു. സജീവ് കുന്നത്തുള്ളി, ചെറുപുഷ്പം ജോണി, CV കൊച്ചുദേവസി, MK ബീന, ജെറോം ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇരുവശവും പുല്ലും പാഴ്ചെടികളും നിറഞ്ഞ ആലപ്പാട് ഇരട്ടപ്പാലം കനാൽ റോഡ് ശ്രമദാനത്തിലൂടെ വൃത്തിയാക്കി യുവതീ യുവാക്കൾ മാതൃകയായി. വെണ്ണീറായി സ്വർഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അംഗങ്ങളായ യുവതീ യുവാക്കളാണ് റോഡും കനാലും വൃത്തിയാക്കിയത്. ക്ലബ് പ്രസിഡന്റ് KV സുബ്രഹ്മണ്യൻ, സെക്രട്ടറി നിഖിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 15ഓളം ക്ലബ് അംഗങ്ങൾ ശ്രമദാനത്തിൽ പങ്കെടുത്തു. പാറേക്കാട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിലെ മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ വിജയം നേടിയവരെ അനുമോദിച്ചു. അനുമോദന യോഗം വികാരി ഫാദർ ജെയ്സൺ പാറേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. മതബോധന പ്രധാന അധ്യാപകൻ CP ജോബി അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ റാണി ഗ്രേസ്, ജെൻസൺ കാവുങ്ങൽ, സിമി ജോബ്, ജിസ്മി ഷെന്നി, ഷാലോം ജോജി എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6750, പവന് 54,000. വെള്ളി ഗ്രാമിന് 96, പ്ലാറ്റിനം ഗ്രാമിന് 3628 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുകടവ്, ആറ്റപ്പള്ളി പ്രദേശങ്ങളിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. ചേലക്കര PWD റെസ്റ്റ് ഹൌസിന് മുന്നിലെ മരം കടപുഴകി വീണു. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. മലപ്പുറത്ത് നിപ്പ ബാധിച്ചു ചികിത്സയിലായിരുന്ന 14-കാരൻ മരിച്ചു. സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിക്കുന്നത് 5ാം തവണ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ കുന്നംകുളം വരെയുള്ള ഭാഗത്തെ റോഡിലെ കുഴികൾ അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. റോഡിലെ വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് അപകടങ്ങൾക്കിടയാക്കും. വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് തീയിട്ട സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഫോറൻസിക് സംഘം പരിശോധന നടത്തി. തൃശൂർ പുഴയ്ക്കൽ ആമ്പക്കാട് ജംഗ്ഷനിലെ ഡിവൈഡറിൽ റിഫ്ലക്ടറുകൾ ഇല്ലാത്തത് അപകടങ്ങൾക്കിടയാക്കുന്നു. റിഫ്ലക്ടർ സ്ഥാപിക്കാത്തത് മൂലം മുന്നറിയിപ്പിനായി വെച്ചിരിക്കുന്നത് ടാർ വീപ്പ. മാന്നാമംഗലം മരോട്ടിച്ചാൽ റോഡിലെ കുഴിയിൽ ചാടി സ്വകാര്യ ബസിന്റെ ചില്ല് തകർന്നു. ഡ്രൈവർക്ക് ചില്ല് വീണ് കൈക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.